ഇന്നത്തെ നായകനാരെന്ന് അഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്കര അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി തിക്കി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം. നമസ്കാരം. മുൻ സീറ്റിൽ ബെൽറ്റ് ഇട്ടു, ഇനി പിൻ സീറ്റിൽ കൂടി ബെൽറ്റ് ഇടണം. പണ്ടേ ബെൽറ്റ് ഇട്ടിരുന്നുവെങ്കിൽ തെറിച്ചു പോകാത്ത പലത് പിൻ സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. CPM-ൽ പിൻ സീറ്റ് നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ സെൽവരാജ് വലത്തോട്ട് തെറിച്ചു വീഴുമായിരുന്നു. ഇടതുമുന്നണിയുടെ പിന്നണിയിൽ സീറ്റില്ലാത്തതുകൊണ്ടല്ലേ തെരഞ്ഞെടുപ്പിന് ശേഷം പരമനാറ്റം സഹിക്കേണ്ടി വന്നത്? വലതുമുന്നണിയിൽ മുന്നിലും പിന്നിലും സീറ്റുണ്ടായിരുന്നുവെങ്കിൽ ഐ ഗ്രൂപ്പ് എന്നോ IAS എന്നോ വ്യത്യാസമില്ലാതെ തോളിൽ കയറി ചെവി കടിക്കുമായിരുന്നു. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. മാക്സിമം വേഗത്തിൽ മിനിമം ആ പീസ് ജോർജിൻ്റെ വായമേലെങ്കിലും ഒരു ബെൽറ്റ് ഇടണം. മുൻ സീറ്റിലും പിൻ സീറ്റിലും ബെൽറ്റ് ഇടാതെ ഇന്ന് തുടങ്ങുന്നു. സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. പന്തിൻ്റെ ചന്തം നോക്കി കുന്തം വിഴുങ്ങി അന്തം വിട്ടിരിക്കാതെ ആക്രാന്തം കാട്ടുകയാണ് എല്ലാവരും. അക്കൂട്ടത്തിൽ നമ്മുടെ MLA-മാരുമുണ്ട്. ബ്രസീലിലെ ലോകകപ്പ് ആവേശം കേരളത്തിലെ ലോകകപ്പുകളിൽ പോലും അലയടിക്കുന്നുണ്ട്. നമ്മുടെ കുടിവെള്ള മന്ത്രി ബാബൂക്കയുടെ ടീം അർജന്റീനയുടെ വേഷമിട്ട് മാധ്യമപടയോട് പോരാടാനെത്തി. ദൃശ്യങ്ങളിലേക്ക്. പ്രേക്ഷകർക്ക് നമസ്കാരം. തിരുവനന്തപുരത്തെ പ്രകമ്പനം കൊള്ളിച്ച ബാബൂക്ക ഫുട്ബോൾ മത്സരത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊരു ഫുട്ബോൾ ലീഗല്ല. ലീഗ് MLA ആയി KM ഷാജി മാത്രം കളിക്കുമ്പോൾ എങ്ങനെ ഫുട്ബോൾ ലീഗ് എന്ന് പറയാനാവും? ബ്രസീലിൽ ബ്രസൂക്ക പന്താണെങ്കിൽ കേരളത്തിൽ ബാബൂക്ക ഒരു പന്തമാണ്. മൈതാനത്തിന്റെ നടുത്തളത്തിൽ ഒരുപറ്റം MLA-മാരെ നയിക്കുന്ന തീപ്പന്തം. അടുത്ത ബെല്ലിന് ഒത്തുകളി ആരംഭിക്കും. നോക്കൂ, അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ് MLA-മാർ അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തും പോലെ കടന്നു വരികയാണ്. MLA ടീം ഗാനത്തിനായി എല്ലാ പ്രേക്ഷകരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ഒത്തുകളി തുടങ്ങുകയാണ്. ലയണൽ ബാബു നയിക്കുന്ന ടീമിൽ മധ്യനിരയ്ക്ക് കരുത്തുമായി പെലെ ശിവൻകുട്ടി കളിക്കുന്നുണ്ട്. ഇതാണ് പെലെ. കേട്ടിട്ടില്ലേ? ഫുട്ബോൾ രാജാവ് പെലെ. ഇപ്പൊ ഗോൾ പോസ്റ്റിൽ തലയിടിച്ച് ഇതുപോലെ ആയിപ്പോയി, പെലെ ആയില്ല. നാട്ടിലെ പറമ്പിലെല്ലാം കളിച്ചു ശീലമുള്ള ഷാഫി പറമ്പിലാണ് മുന്നേറ്റ നിരയിൽ ടീമിനെ നയിക്കുന്നത്. അതാ പെലെയുടെ ഒരു മുന്നേറ്റം. അവിടെ ഒരു ക്രമപ്രശ്നം. പെലെയുടെ പെയിന്റ് ഇളകിയോ? പെലെ മണ്ണ് തിന്നോ? നമുക്ക് റീപ്ലേ കാണാം. എന്തുപറ്റി? ട്രെയിൻ ഇടിച്ചതാണെന്ന് എന്റെ ഓർമ്മ. ബോധം വീഴുമ്പോ ഞാൻ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പൊക്കോളാം, നിങ്ങളെ പൊക്കോ. ഗോളിന് വേണ്ടിയാണ്, സീറ്റിന് വേണ്ടി എന്ന് കരുതി ആക്രാന്തം കാണിക്കരുത് എന്ന് റഫറിയുടെ റൂളിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. മത്സരത്തിൽ ഇരുപകുതികളും പൂർത്തിയാകുമ്പോൾ 0 അവർ. ഇരു ടീമുകളും ഗോളൊന്നും അടിച്ചിട്ടില്ല. ഇനി ശ്രദ്ധ ക്ഷണിക്കലാണ്. അതാ ഗാലറിയിൽ പന്ന്യൻ രവീന്ദ്രൻ കളി കണ്ടങ്ങനെ രസിക്കുകയാണ്. അദ്ദേഹം എന്തോ ചിന്തിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അടുത്ത് തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം ശ്രീ വിജയകുമാറും ഇരിപ്പുണ്ട്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ എന്തോ ചിന്തിക്കുന്നുണ്ട്.
പഴയകാലം ഓർത്തെടുക്കുകയാവാം ഒരുപക്ഷേ. ക്ഷമിക്കണം, എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തതുകൊണ്ടാ. ഓ, ഇത് കേട്ടാത്തൊന്നും മറ്റു കളികളൊക്കെ വലിയ വശമാണ്. അതൊന്നും പറയണ്ട. സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നില്ലേ. ഞാൻ ബാറ്റിംഗ് തുടങ്ങുകയാണ്. ബൗൾ ചെയ്തോളൂ. ഇതെങ്ങോട്ടാ എറിയേണ്ടത്? ഈ കുറ്റി ലക്ഷ്യമാക്കി എറിഞ്ഞോളൂ. ഞാൻ പന്തടിച്ച് ദൂരെ പായിക്കും. ഇവിടുന്നല്ല, ഞാൻ കാണിച്ചു തരാം. ഈ കുറ്റിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ ബൗൾ ചെയ്യണം, അല്ലാതെ മാങ്ങറിയുന്ന പോലെയല്ല. യെസ്, 1 2. എടോ, കളിക്കാൻ അറിയില്ലെങ്കിൽ വരട്ടാനെങ്കിലും അറിയണം. നിർണായകമായ പെനാൽറ്റി. കിക്കെടുക്കാൻ ക്യാപ്റ്റൻ ബാബൂക്ക കടന്നു വരികയാണ്. പന്ത് ബാറിൽ തട്ടി മടങ്ങുമോ? അടച്ചിട്ട ബാറല്ല, തുറന്നിട്ട ബാർ. മുന്നിൽ ബാബൂക്കയെ സ്മോൾ അടിക്കാൻ ഗോളടിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ച മട്ടിൽ ഗോളി അങ്ങനെ ഇരു കൈകളും വീശി നിൽക്കുകയാണ്. അത് പന്താണോ KPCCയുടെ തലയാണോ എന്ന് സംശയിച്ച് കടുത്ത സമ്മർദ്ദത്തിൽ ബാബൂക്ക അങ്ങനെ നിൽപ്പാണ്. ബാബൂക്ക കിക്കാവുമോ അതോ കിക്ക് പാഴാകുമോ? പന്ത് ബാറിൽ തട്ടി മടങ്ങുമോ? ഓ, ഗോൾ! അങ്ങനെ ബാബൂക്കയുടെ ടീം ജയിച്ചിരിക്കുന്നു. നാടകമേ ഉലകം, നാടകമേ ഉലകം. 5 ദിവസം തുടർച്ചയായി ക്ലാസ്സിൽ ഹാജരാകാത്ത ബേബിയെ എന്തു ചെയ്യണം? സ്കൂളിൽ നിന്ന് പുറത്താക്കണോ അതോ ആവർത്തിക്കരുതെന്ന് താക്കീത് കൊടുക്കണോ? ഒടുവിൽ കുറച്ച് വൈകിയാണെങ്കിലും ബേബി ഹാജരായി. ഹാജരായ ബേബി ഒപ്പിട്ടില്ല, പക്ഷേ ഒപ്പിച്ചു. നിങ്ങളിൽ പലരും വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ വരില്ലേ? അത് വരട്ടെ. സഭയിലെ മെമ്പർമാരെല്ലാം സഭയിൽ പങ്കെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ എൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതകൾ കാരണം കഴിഞ്ഞ കുറേ നാളുകളായി സഭയിൽ നിരന്തരം പങ്കെടുക്കുന്നയാളല്ല. വരില്ലേ? കുണ്ടറയിലെ കുണ്ടിലും അറയിലും വീണ് ചളുങ്ങിയതിനു ശേഷം ബേബി വെറും ബേബിയല്ല, ആംഗ്രി ബേബിയാണ്. തലസ്ഥാനത്ത് സഭ ചേരുമ്പോൾ അങ്ങ് കണ്ണൂരിൽ സംസ്കാരം പഠിപ്പിക്കാൻ പോയി. എന്താണ് സംസ്കാരം? അവനവനപ്പുറം വീക്ഷിക്കാനുള്ള കഴിവാണ് സംസ്കാരം. എല്ലാവരെയും പരിഗണിക്കുന്നതാണ് സംസ്കാരം. ഒരാളുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും അയാളുടെ സംസ്കാരം ഒളിച്ചിരിപ്പുണ്ട്. അതൊക്കെയാണ് സംസ്കാരം. അപ്രകാരം വാക്കും നോക്കും പ്രവൃത്തിയും കൊണ്ട് പറയേണ്ടവരെ ചൂണ്ടി പറയേണ്ടതൊക്കെയും പറഞ്ഞു ബേബി. അച്ചുമ്മാൻ ആയുധം വെച്ച് റിട്ടയർ ആയപ്പോഴാണ് ബേബിയുടെ വരവ്. ഇനി സംസ്കാരത്തിൻ്റെ ശവസംസ്കാരം. സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടതുണ്ട്. സംസ്കാരം ഒരു പാർട്ടിയുടേതാണോ? സംസ്കാരം എന്ന് പറയുന്നത് കഥ, നോവൽ, കവിത, സിനിമ, നാടകം, ചിത്രകല, ശില്പകല എന്നത് മാത്രമല്ല. സാധാരണ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായ സംസ്കാരമല്ലേ ഉള്ളത്? സംസ്കാരത്തിന്റെ കണ്ണാടിയിൽ നാം നമ്മുടെ പ്രതിഫലനം ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അപവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കരുത് കേട്ടോ. സംസ്കാരം ഒരു സമൂഹത്തിന് എത്രമാത്രം പ്രധാനമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ നടത്തുന്ന ഭാഷാ പ്രയോഗത്തിൽ നിന്ന് തന്നെ കഴിയും. അവരവരുടെ ശീലം മറ്റുള്ളവരുടെ പടലിക്കിടാൻ നോക്കിയാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല. ഔചിത്യബോധം സംസ്കാരത്തിന്റെ ഭാഗം. പച്ചക്കള്ളം. അവരനെ കുറിച്ചുള്ള ചിന്തയാണ് സംസ്കാരം. എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും സംക്ഷിപ്തമായി ഒരുപക്ഷെ പറയാൻ കഴിയുക, സ്വാർത്ഥ ചിന്തയ്ക്കപ്പുറം മറ്റു പലരും ഈ ലോകത്തുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ചിന്തിക്കില്ല. നിങ്ങളുടെ താല്പര്യം എല്ലാവർക്കും മനസ്സിലാവില്ലേ? നിങ്ങളുടെ താല്പര്യം മനസ്സിലാകാത്തവരാരായി നാട്ടിലുള്ളത്? നിങ്ങൾ വിചാരിക്കുന്ന ഈ കള്ളങ്ങളൊക്കെ പ്രചരിപ്പിച്ചാൽ നാട്ടുകാർ അതേപോലെ അതങ്ങ് വിഴുങ്ങുന്നതാണോ? 2 കസേര കിടക്കുന്നു, 3 പേര് ചെന്നു. അപ്പൊ ആദ്യം 2 പേര് ആ കസേരയിലേക്ക് ഇരുന്നു. മറ്റേവൻ ആദ്യം ഇരിക്കാൻ പറ്റാത്തവൻ അവൻ കസേരയിലേക്ക് തറയിൽ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ സംസ്കാരമില്ല. മറ്റു ചിലർക്ക് ഗുണം ചെയ്യാൻ വേണ്ടി ഉള്ള നിലപാടെടുക്കരുത്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ജീവിതത്തിനും പ്രവർത്തനത്തിനും നമ്മുടെ വാക്കിനും നോക്കിനും
ഒരു സാംസ്കാരികമായ തലം കൂടി കൊടുക്കാൻ, സാംസ്കാരികമായ ഉള്ളടക്കം കൂടി കൊടുക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ പറഞ്ഞതിന് ന്യായീകരണം കണ്ടെത്താൻ ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് പറയാൻ പുറപ്പെടണ്ട. നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർ നോക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യമാവുന്ന വിധത്തിൽ വേണം നമ്മുടെ വാക്കും നോക്കും പ്രവൃത്തിയും എന്ന ചിന്ത നമുക്കുണ്ടാകണം. വളരെ മിതമായി പറഞ്ഞാൽ തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതേ അത് സംബന്ധിച്ച് പറയാം. സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയാറുണ്ട്. കാണുന്നത് ശരിയാണ്, അത് വിശ്വസിക്കാം എന്ന് പറയാറുണ്ട്. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന കള്ളം അപ്പാട് വിഴുങ്ങാനാണോ നാട്ടുകാർ നിൽക്കുന്നത്? സത്യസന്ധമാണോ? നാം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആ മേഖലയിൽ നമ്മുടെ പ്രവർത്തനത്തിന് ഒരു സാംസ്കാരികമായ ഉള്ളടക്കം കൂടി കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ നമുക്ക് മതിയാക്കാം അല്ലേ? ശരി. വെറും ഒരു ബേബി മൂത്ത സഖാവിനെ എന്തിനിങ്ങനെ പരിഹസിക്കണം? അതിന് തക്കതായ കാരണങ്ങളുണ്ട്. സംസ്കാരം ഒരു സമൂഹത്തിന് എത്രമാത്രം പ്രധാനമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ നടത്തുന്ന ഭാഷാ പ്രയോഗത്തിൽ നിന്ന് തന്നെ കഴിയും. ഉദാഹരണത്തിന്, സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം വേറെ കിടക്കുക. നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർ നോക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത നാറിയ നിലപാട് സ്വീകരിച്ച ആളുകളും ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയി എന്ന് വരെ. അവരെ കുറിച്ചുള്ള ചിന്തയാണ് സംസ്കാരം. എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും സംക്ഷിപ്തമായി ഒരുപക്ഷെ പറയാൻ കഴിയുക, സ്വാർത്ഥ ചിന്തയ്ക്കപ്പുറം മറ്റു പലരും ഈ ലോകത്തുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ചിന്തിക്കലാണ്. ഉദാഹരണത്തിന്, സാധാരണ രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുക എന്ന് പറയാറില്ല. രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നു എന്ന് പറയുന്നവരെ അവരെ വിശേഷിപ്പിക്കാൻ പദം പ്രയോഗിക്കുമ്പോൾ ചെറ്റ എന്നാണ് പറയുക. നമ്മൾ ഓരോരുത്തരും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ജീവിതത്തിനും പ്രവർത്തനത്തിനും നമ്മുടെ വാക്കിനും നോക്കിനും ഒരു സാംസ്കാരികമായ തലം കൂടി കൊടുക്കാൻ, സാംസ്കാരികമായ ഉള്ളടക്കം കൂടി കൊടുക്കാൻ നമുക്ക് കഴിയണം. ഉദാഹരണത്തിന്, മഞ്ഞളാങ്കുഴി അരിയൊന്നും അതെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ ഒരു കീടം മാത്രം. മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യമാവുന്ന വിധത്തിൽ വേണം നമ്മുടെ വാക്കും നോക്കും പ്രവൃത്തിയും എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഉദാഹരണത്തിന്, കള്ളം പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് UDF വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം. നാം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആ മേഖലയിൽ നമ്മുടെ പ്രവർത്തനത്തിന് ഒരു സാംസ്കാരികമായ ഉള്ളടക്കം കൂടി കൊടുക്കാൻ നമുക്ക് കഴിയണം. ഉദാഹരണത്തിന്, ശത്രുക്കളുമായി കൂട്ടുചേർന്നുകൊണ്ട് CPIM-നെ തകർക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. അവര് കുലംകുത്തികളാണ്, അതായത് കുലദ്രോഹികളാണ്. ആ കുലംകുത്തികൾ തന്നെയാണ്. അവരെയാണ് കുലംകുത്തികൾ എന്ന് പറഞ്ഞത്. സംസ്കാരത്തെ കുറിച്ച് നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടതുണ്ട്. സംസ്കാരത്തിന്റെ കണ്ണാടിയിൽ നാം നമ്മുടെ പ്രതിഫലനം ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ബാഹ്യരൂപം സ്വന്തമാക്കി. നാടകമേ ഉലകം. പെട്രോളിന് കൺട്രോൾ ഇല്ലാത്ത വില, ഡീസലിന് മാസാമാസം ഡീസൻ്റായി വില കൂട്ടി. പാചകവാതകത്തിൽ വാചകപാതകം, വിലക്കയറ്റമെന്ന വിലങ്ങ് എല്ലാം ജനത്തിന് ഇഷ്ടപ്പെട്ടു. കോൺഗ്രസിനെ മാത്രം ഇഷ്ടപ്പെട്ടില്ല. പകരം വന്നവരും ജനത്തെ മുഖവിലക്കെടുത്തു തുടങ്ങി. ആദ്യ സമ്മാനം റെയിൽവേ നിരക്കിൽ ചെറിയൊരു വർധനവ്. ഇനി പാചകവാതകത്തിനും കൂട്ടും. ചിലപ്പോൾ ഡീസലിൻ്റെ സബ്സിഡി എടുത്തുകളഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട്. നല്ല തുടക്കം എന്നല്ല, നല്ല തുടർച്ച. കൊള്ളാം. ഇനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. അത്തലപുത്രതവളാച്ചി ചുക്കുമറിക്കര ചൂളാപ്പ മറിയം വന്ന് വിളക്കൂതി ഫു 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 ഹായ്. അത്തലപുത്രതവളാച്ചി ചുക്കുമറിക്കര ചൂളാപ്പ മറിയം വന്ന് വിളക്കൂതി ഫു ഫു ഫു.
ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ ഭീകര അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം